ആനന്ദ് ബോസ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സിനിമ കണ്ടോ? അപ്പൊ സിംഹത്തിന്റെ മകൻ ലയൺ പ്രിൻസ് അവൻ ഓർത്തു എന്നെ ആരും ബഹുമാനിക്കുന്നില്ല. ആനയെങ്കില് ഞാനൊരു ചോദ്യം ചോദിച്ചെന്നല്ലേ ഉള്ളൂ, ഉത്തരം പറയാമോ? അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ വേണോ? അതാണ് ആർട്ടിക്കിൾ 370. എന്നോട് സംഘാടകർ പറഞ്ഞു, ഇവിടെ സന്തോഷ് കലിയെക്കുറിച്ച് പറഞ്ഞാൽ കൊള്ളാം, നാരീശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ കൊള്ളാം, അങ്ങനെ പല കാര്യങ്ങളും അവർ നിർദ്ദേശിച്ചു. ശ്രീ ഉണ്ണിമുകുന്ദനെ ഇവിടെ കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ആദ്യം സിനിമയാണ് ഓടിയത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അഭിനന്ദനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബംഗാളിൽ ഉണ്ടായിരുന്നു എന്ന് പത്രങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും. അദ്ദേഹം പല പുതിയ പ്രോജക്റ്റുകൾ അവിടെ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രധാനമന്ത്രി ഒരു ഗവർണറോട് പറയുന്ന പല പല കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അതൊക്കെ രഹസ്യമാണ്, ഇവിടെ ഞാൻ പരസ്യപ്പെടുത്തുന്നില്ല. എങ്കിലും അതിനിടയ്ക്ക് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്തെന്നറിയോ? ആനന്ദ് ബോസ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സിനിമ കണ്ടോ? എനിക്ക് അതിശയമായിരുന്നു. കാരണം ഒരു പ്രധാനമന്ത്രി സാധാരണ സിനിമക്കാരുമല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, കണ്ടില്ല സാർ, നിങ്ങൾ ഉടനെ കാണണം. അത് സ്പെഷ്യൽ ഷോ കണ്ടാൽ പോരാ, തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഈ സിനിമ കാണാൻ ഇവിടുത്തെ ഗവർണർ എത്തി എന്നുള്ള ജനങ്ങൾ അറിയണം. പോകാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ COP ചെയ്ത ഉടൻ തന്നെ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാനൊരു റിവ്യൂ എഴുതി. അദ്ദേഹം അത് തന്നെ പറഞ്ഞിരുന്നു, സിനിമ കാണണം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം. എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഒരു കഥയാണ്. ഈ ആർട്ടിക്കിൾ 370 എന്ന സിനിമയല്ല. ആർട്ടിക്കിൾ 370 നമുക്കറിയാം, കാശ്മീരിനെ അടിമത്തത്തിൽ വിമോചിച്ചു വെച്ച ധീരമായൊരു നടപടിയാണ് ആർട്ടിക്കിൾ 370 നിർത്തലാക്കിയത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. ഒരിടത്ത് ഈ കഥയെല്ലാം അങ്ങനെ തുടങ്ങുമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു കാട്ടിലെ രാജാവ് സിംഹത്തിന് എല്ലാവർക്കും പേടിയാണ്, ബഹുമാനമാണ്. അപ്പൊ സിംഹത്തിന്റെ മകൻ ലയൺ പ്രിൻസ് അവൻ ഓർത്തു എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, ഞാൻ എന്താ ഇപ്പം ചെയ്യാം? അവനൊരു പരിപാടി കണ്ടുപിടിച്ചു. അവനൊരു മേൻ ഓഫ് ഐഡിയാസ് ആയിരുന്നു കേട്ടോ കാട്ടിൽ. അവന് കിട്ടിയൊരു ഐഡിയയാണ്. രാവിലെ അച്ഛൻ ഇറങ്ങുന്നതിന് മുമ്പ് അവന് കാട്ടിലൂടെയൊക്കെ ഒരു നടത്തം, കാണുന്ന മൃഗങ്ങളെയൊക്കെ വരട്ടും. ആദ്യം ഒരു മാൻപേടയെ കണ്ടു. മാൻപേടയോട് ചോദിച്ചു, ആരാണ് കാട്ടിലെ രാജാവ്? മാൻപേട പേടിച്ച് പറിച്ചു പറഞ്ഞു, തിരുമേനി, അങ്ങാണ് കാട്ടിലെ രാജാവ്. അത് കഴിഞ്ഞിട്ട് കാട്ടുപോത്ത് വന്നു. കാട്ടുപോത്തിനോട് ചോദിച്ചു, ആരാണ് കാട്ടിലെ രാജാവ്? കാട്ടുപോത്തും തുറച്ചു നോക്കി, തറയിൽ ചവിട്ടി ഒരു ശബ്ദം വെച്ചിട്ട് ഉത്തരം പറയാതെ ദേഷ്യപ്പെട്ടങ്ങ് പോയി. അപ്പോഴാണ് ഒരൊറ്റ ചിഹ്നം വിളിച്ച് തുമ്പിക്കൈ ഉയർത്തി ബഹളം വെച്ച് വരികയാണ്. അതിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ സിംഹക്കുട്ടൻ ചോദിക്കുകയാണ്, ആരാണ് കാട്ടിലെ രാജാവ്? ആന എന്ത് ചെയ്യുന്നു? മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്, ഒറ്റയാന. ആന ഇവനെ തുമ്പിക്കയിൽ ഒറ്റ ഏറ് വെച്ചു. ഒരു പാറയിൽ അടിച്ച് ചോര വന്ന് ചട്ടി വന്നിട്ട് ആനയോട് ചോദിക്കുകയാണ് ഈ ലയൺ പ്രിൻസ്, ആനയെങ്കില് ഞാനൊരു ചോദ്യം ചോദിച്ചെന്നല്ലേ ഉള്ളൂ, ഉത്തരം പറയാമോ? അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ വേണോ? അതാണ് ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 അതാണ്. ഒരു ചോദ്യം ചോദിച്ചതല്ലേ ഉള്ളൂ. ഇന്ത്യ ഹാസ് അറൈവ്ഡ്. അത് നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യ ഈസ് ഗ്രേറ്റ്. വി അസേർട്ടഡ് ഇന്ത്യ ഈസ് ഗ്രേറ്റ്. ഇന്ത്യ ഈസ് സ്ട്രോങ്. വി അസേർട്ടഡ് ഇന്ത്യ ഈസ് സ്ട്രോങ്. ഇന്ന് ലോകം മുഴുവൻ സമ്മതിക്കുന്നു മേരാ ഭാരത് മഹാനെന്ന്. ഇവിടെ മാത്രം ചിലർക്ക് അതിൽ സംശയമുണ്ട്.